അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫസീല പുതുമണവാട്ടിയായിട്ട് തൻ്റെ പ്രിയപ്പെട്ട നവാസ്കിയെ കാത്തിരിക്കുകയാണ്. അവൾക്ക് ആഡംബരലും ഒന്നിലും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഐഷുമ്മയുടെ സന്തോഷം എപ്പോഴും അതായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ആവണം, ഒരു മോശവും വരുത്തരുതെന്ന്. അത് മക്കളെന്നോ മരുമക്കളെന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പിയായി നിൽക്കണം, അതായിരുന്നു ഐഷുമ്മയുടെ ചിന്ത. എന്നാൽ ഈ സമയം റജിനത്തെയോ മക്കളും മണവാട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. നവാസ് ഉമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഉസ്താദും ഷമ്മാസുമെല്ലാം. റജിനത്തെയോ മക്കളാണ് ഇപ്രാവശ്യം പോകുന്നത്. നുസൈബയ്ക്ക് ചെറിയ കുട്ടിയായതുകൊണ്ടും ഗർഭിണികളായതുകൊണ്ടൊക്കെ ഐഷുമ്മ അവർക്കെല്ലാം ഒരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അവരൊന്നും എങ്ങോട്ടും പോകണ്ട, ഇത്തവണ റജിയും മക്കളും ഒക്കെ പോവട്ടെ, പിന്നെ ഉപ്പാൻ്റെ ഫാമിലിയുള്ള കുറച്ച് ആളുകൾ മാത്രം പോയാൽ മതിയെന്നായിരുന്നു ഉമ്മ പറഞ്ഞിരുന്നത്. അല്ലെങ്കിലും സമീറെ പറഞ്ഞേക്കാനും ഉമ്മക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സമീറ, അവളിപ്പോൾ ഗർഭിണിയാണ്. ഐഷുമ്മക്ക് കണ്ണീരാണത് കേൾക്കുമ്പോൾ. കാരണം മറ്റൊന്നുമല്ല, അല്ലാ, എൻ്റെ കുട്ടിയെ എല്ലാവരും മച്ചിയെന്ന് വിളിച്ച് കളിയാക്കിയ ആ നിമിഷങ്ങൾ പാവം എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും. പോരാത്തതിന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള ആ ഒരു പീഡനവും ജോലിയും എല്ലാം പോരാത്തതിന് എല്ലാവരോടും മച്ചി എന്ന് പറഞ്ഞ് നടക്കുക. അല്ലാ, നീ എത്ര കാരുണ്യവാനാണ്. അത് എത്ര പെട്ടെന്നാണ് സെമി ഗർഭിണി എന്നുള്ള വാർത്ത. ആ, എന്തായാലും അതന്നെ ആയിരിക്കും, അല്ലാതിരിക്കുന്നില്ലല്ലോ. ഹോസ്പിറ്റലിലൊന്നും കാണിച്ചിട്ടില്ല. ഓൾക്കൊന്നും താല്പര്യമില്ല. പടച്ച റബ്ബേ റഹ്മാനെ, നീ നിർത്തി കൊടുക്കല്ല. കാരണം അങ്ങേയറ്റം എല്ലാവരും വേദനിപ്പിച്ചതാണ് ആ കുട്ടിയെ. ഉമ്മയും ബാപ്പയും ഇല്ലാത്ത കുട്ടിയാണ് റബ്ബേ. ഭർത്താവാണെങ്കിൽ സ്ഥിരമായി പീഡിപ്പിക്കുന്ന ആൾ. വീട്ടിലെ പെങ്ങന്മാരാണ് അങ്ങനെ. അതെ, പാവം. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു തുള്ളി കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ദാഹം തീർത്തവൾ. അവൾ ഉണ്ടാക്കി വെച്ച കടികളാണെങ്കിൽ പോലും അതെല്ലാം അവരെടുത്ത് കഴിക്കും. ബാക്കി പുറത്തേക്ക് ഇട്ട് കൊടുത്താലും അവൾക്ക് കൊടുക്കില്ല. അത്ര കഷ്ടപ്പെടുത്തിയ ആ പെൺകുട്ടി. അല്ലാ, നിൻ്റെ കാരുണ്യം കൊണ്ട് ഇപ്പോൾ അവൾ ഒരു സന്തോഷവതിയായ ഗർഭിണിയായിരിക്കുകയാണ് റഹ്മാനെ. അല്ലാ, നിൻ്റെ കാരുണ്യം അവളുടെ വയറ്റിലേക്കും എത്തി റഹ്മാനെ. പടച്ച റബ്ബേ, നീ എത്ര കാരുണ്യവാനും കരുണാനിധിയുമാണ്. എന്നാൽ ഉമ്മ അവളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ സമീർ അങ്ങോട്ട് വന്നു. ഉമ്മ കുടിക്കാൻ വെള്ളം തരട്ടെ? കുറച്ച് സമയമായില്ലേ മോളെ, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ കുടിച്ചതല്ലോ. അല്ലുമ്മ, ഇത് ഇളം ചുടുവെള്ളം കുടിച്ചോളി. കാരണം വെള്ളം നല്ലോണം കുടിക്കാൻ ഡോക്ടർ പറഞ്ഞിരിക്കണില്ലേ മോളെ. ഉമ്മാൻ്റെ കുട്ടി ഇനിയും എൻ്റെ കാര്യം നോക്കണ്ട കേട്ടോ. അതെന്താ ഉമ്മ? ഉമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ ഇനി കുറച്ച് ശ്രദ്ധ വേണം. ഇനി എൻ്റെ കാര്യമൊക്കെ അങ്ങനെ എടുക്കാം, ഇനി പോയിക്കോളും. ഇതെപ്പോഴും എൻ്റെ കാര്യം നോക്കാനായിട്ട് നിന്നാൽ എന്തോ ഉമ്മങ്ങളിങ്ങനെ സങ്കടപ്പെടുന്നത്. അതെ, മണവാളിനൊക്കെ ഇപ്പം അങ്ങ് എത്തുട്ടോ. ഉമ്മ അതിൻ്റെ മുമ്പ് കുറച്ച് വെള്ളം കുടിക്കുക. കാരണം ഇനിയിപ്പോൾ ഉമ്മ കുടിക്കലൊന്നും ഉണ്ടാവില്ല മോളെ. സമീറയുടെ കൈ ഉമ്മ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, ഉമ്മൻ്റെ കുട്ടി, എന്നാലും അള്ളാഹുവിൻ്റെ കൃപ നമ്മളുണ്ടല്ലേ. എൻ്റെ കുട്ടിയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്. കാരണം മച്ചിയെന്ന് വിളിച്ച് പറഞ്ഞ് അവരൊക്കെ അത് കേട്ടപ്പോൾ ശരിക്കും അവൾ സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു. ഉമ്മ, ശരിയാണ്. പഠിച്ച റബ്ബിനോട് ഒരേ ഒരു പ്രാർത്ഥന ഇത് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ഉസ്താദ്, അതെ, ഉസ്താദിനോടും അന്ന് റുക്കിയാത്ത പറഞ്ഞല്ലോ, ആ മച്ചയെ പെണ്ണിനെന്നോ ഈ കെട്ടണത്, എനിക്ക് വേറെ ആളെ കിട്ടായിട്ടാണോ ഉസ്താദെ എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് ഉസ്താദിനോട് ആ കാര്യം പറഞ്ഞു. ഉസ്താദെ, എനിക്ക് പ്രസവിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ. എന്നാൽ ഉസ്താദ് പറഞ്ഞത് എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു ഉമ്മച്ചി, അത് അവളുടെ സന്തോഷം കൂടിയാണ് എൻ്റെ സന്തോഷം, അതാണ് പറഞ്ഞത് ഉമ്മ. മോളെ, ഞാനും പഠിച്ചവനോട് 5 വക്തിലും തേടലുണ്ട് എൻ്റെ കുട്ടിക്കൊന്ന്. എന്നാലും പടച്ചിറബ് കേട്ടു എൻ്റെ പ്രാർത്ഥന. ഉമ്മ, അത് ഈ വെള്ളം കുടിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവൾ കൊണ്ടുവന്ന വെള്ളം അതാ ഉമ്മ കുടിക്കുന്നു. ഒരു നിമിഷം ഉമ്മ അവളുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, ഇനി പഠിച്ചവനെ വിളിക്കുകയാണെങ്കിൽ വിളിച്ചോട്ടെ, ഒക്കെ റാഹത്തായില്ലേ. ഒരേ ഒരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് റെഡിയായി കിട്ടിയാൽ ബാക്കിയൊക്കെ സമാധാനമായിക്കണം. ഇപ്പോൾ ആയിഷുമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞപ്പോൾ സമീറ ഉമ്മയുടെ കണ്ണുകൾ തുടച്ചിട്ട് പറഞ്ഞു. ഉമ്മ, ഇനി കരയല്ലേ, എല്ലാവരും വരും.
അവരൊക്കെ അവർ മണവാട്ടിയെ കൊണ്ടുവരാൻ പോയതല്ലേ. എന്നാൽ ഐഷുവും നവാസിൻ്റെ മക്കളൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. അവരെല്ലാവരും വീട്ടിലെത്തി. അതാ ഫസീല ഒരു റൂമിലിൻ്റെ വാതിലിൻ്റെ അടുത്തായിട്ട് അവിടെ പതുങ്ങി നിൽക്കുന്നു. അവൾക്ക് എന്തൊക്കെയോ ഒരു വിഷമം, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്, എന്തൊക്കെയോ ഒരു പ്രയാസം. എങ്ങനെ റബ്ബെ അവരൊക്കെ ഫേസ് ചെയ്യും എന്നുള്ള ബുദ്ധിമുട്ട്. കാരണം എൻ്റെ ഭാഗത്തു നിന്നല്ലേ തെറ്റ് വന്നത്. എന്നാൽ അതാ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതാ നവാസ് അവളുടെ മണിയറയിലേക്ക്, അല്ല അവളുടെ ആ റൂമിലേക്ക് പ്രവേശിക്കുന്നു. ഫസീല ആ ഒരു വിളി കേട്ടപ്പോൾ ശരിക്കും അവളുടെ കൈകാലുകളങ്ങ് കുഴഞ്ഞുപോയി. ഒരു നിമിഷം നിറമിഴികളോടെ അതാ നവാസിൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി. അലങ്കാരങ്ങളും കാര്യങ്ങളും ഒന്നും അവൾ സമ്മതിച്ചിരുന്നില്ല. വേണ്ട, 2 മക്കളുള്ള എന്നെ തിരിച്ചെടുക്കല്ലേ. അപ്പം എന്തിനാ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലൊരു ഡ്രസ്സെങ്കിലും ധരിക്കണ്ടേ. അത് പറഞ്ഞിട്ട് അവളുടെ ആങ്ങളെ തന്നെ ഇത്താത്താക്ക് നല്ലൊരു ഡ്രസ്സ് കൊണ്ടുവന്നിരുന്നു. അത് ഏതായാലും ഒരു പിസ്ത കളർ ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത്. ശരിക്കും നവാസ് അവളുടെ അടുത്തേക്കെത്തി. അവൾ ശരിക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഫസീല, ഇക്ക കഴിഞ്ഞതെല്ലാം മറക്കാം, അസ്സലാമു അലൈക്കും. നവാസ് സലാം പറഞ്ഞു. അവൾ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞതും അത് നവാസിൻ്റെ നെഞ്ചിലേക്ക് വീണതും ഒരുമിച്ചായിരിക്കുന്നു. അവർ പൊട്ടിക്കരഞ്ഞു 2 പേരും. എന്നാൽ ആ ഒരു കാഴ്ച കണ്ടവരെല്ലാം ഒരു നിമിഷം കരഞ്ഞുപോയി. മക്കൾ ചിരിച്ചു കളിച്ചുകൊണ്ട് അതാ അവരുടെ ഇടയിലേക്ക് വരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ ആ മക്കൾ വല്ലാത്ത സന്തോഷത്തിലായി. അവർ ചിരിച്ചു, കൈകൊട്ടി ചിരിച്ചു. ഇക്ക എന്നോട് പൊറുക്കണം. സാരല്ല, എല്ലാം പുറത്തു കഴിഞ്ഞു. ഇനി നല്ലൊരു ജീവിതം എനിക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കാം കേട്ടോ. മക്കൾ 2 പേരെയും അവർ ചേർത്ത് നിർത്തി. കൂടെ ഐഷുവും സന്തോഷത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഫസീല അവരൊരുപാട് ചുംബിച്ചു. എന്നാൽ ഈ സമയം നവാസ് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് ഷമ്മാസും കണ്ടു. ആ നിമിഷം ഷമ്മാസ് കണ്ണുകൾ തോർത്തി. എന്നാൽ നമുക്ക് ഇറങ്ങല്ലേ, ആരോ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ഉസ്താദ് പറഞ്ഞു, ഷമ്മാസ് ടൈമായില്ലേ, ഇനി വൈകിപ്പിക്കണ്ട. ഉസ്താദിൻ്റെ ആ ഒരു ശബ്ദം കേട്ടു. അപ്പോഴേക്കും റജിനത്തെയും മക്കളും പുതിയ ഡ്രസ്സും എല്ലാമായി റൂമിലേക്ക് കടന്നു. റജിനത്ത് പറഞ്ഞു, ഫസീല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഞാൻ ഒന്ന് ആലോചിച്ച് കരയണ്ട കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാത്ത ആരും ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. എല്ലാവരും പ്രസവവും ഗർഭവും ഒക്കെ ആയിട്ട് അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഒരാൾ പ്രസവിച്ച് എണീറ്റിട്ടുള്ളൂ, ഒരാൾ പ്രസവിക്കാനായി നിൽക്കുകയാണ്, ഒരാൾക്ക് തുടങ്ങുകയാണ്, മറ്റേ ആൾക്ക് ഡേറ്റ് നാളെ മറ്റന്നാളായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ ആയിട്ട് ആരും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ, നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. സാജിയുണ്ട്, സെമിയുണ്ട്, നുസിയുണ്ട്, സൗദ പിന്നെ ഓളെ വീട്ടിലാണ്, ഓള് പിന്നെ വന്നിട്ടൊന്നുമില്ല. അതൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പിന്നെ ചിന്തിക്കാം, ഈ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. എളാമ്മ, ഞാൻ എന്ത് ചെയ്യുക, ഞാൻ വല്ലാത്തൊരു ദുഷ്ടായി പോയില്ലേ. സാരമില്ല, അതൊക്കെ പഠിച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടിയില്ലേ, അതൊക്കെ അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ പഠിച്ചു വരും. എന്നാലും ഒരു തെറ്റ് ചെയ്ത് ഒരാൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ മനസ്സ് തോന്നുകയാണെങ്കിൽ അവരുടെ മനസ്സ് നല്ലതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അപ്പോഴേക്കും അതാ റജിനും എളാമയുടെ മക്കൾ അവൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളുമെല്ലാം ഇടുന്നു. കൂടുതലൊന്നും ആഡംബരമൊന്നും ഇല്ല മോളെ, എടുത്തത് പിന്നെ കുറച്ച് നല്ല മുന്തിയ ഡ്രസ്സ് എടുത്തേക്കണം. അതെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ നിർബന്ധമാണ്. ഉമ്മാക്ക് പിന്നെ കല്യാണത്തിനായാലും എന്തൊക്കെ തന്നെ ആയാലും കുറച്ച് നല്ല ഡ്രസ്സൊക്കെ എടുക്കണമല്ലോ, എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തേക്കണ്. അതൊക്കെ ഉമ്മാൻ്റെ വകനെ, അമ്മ പറഞ്ഞാണ് അതൊക്കെ എടുക്കാൻ. പിന്നെ അത്ര വലിയ കല്യാണമൊന്നും ആക്കിയിട്ടില്ല, അവനാൻ്റെ നമ്മളെ കുടുംബക്കാരൊന്ന് കുറച്ചിങ്ങനെ ഒന്ന് അതേ ആക്കിയിട്ടുള്ളൂ. ഇതിപ്പോൾ കല്യാണം എന്ന് പറയാപ്പോൾ എന്താ, ഞാൻ കാട്ടിക്കൂട്ടിപ്പോയ തെറ്റിന് പാവൻ നവാസ്കൊന്ന് തിരിച്ചെടുക്കല്ലേ. അല്ലാ സാരല്ലടി, ഇനിയെങ്കിലും നല്ല രീതിയിൽ നോക്കിക്കോട്ടോ. എൻ്റെ നവാസ് പാവാണ്, പച്ച പാവാണ്. നിങ്ങളുടെയൊക്കെ എല്ലാ ഇഷ്ടത്തിനും ഒന്ന് നിന്ന് തരും. മക്കളുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങളെ കാര്യത്തിനൊക്കെ നിന്ന് തരും, എതിരൊന്നും പറയൂല. പക്ഷേ നിങ്ങളെല്ലാവരും അങ്ങോട്ട് ഉപേക്ഷിച്ച് പോകും. അതാണ് അവന് സങ്കടം. അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഇപ്പോൾ 2 പ്രാവശ്യമായി നടക്കണ്. ഇനിയെങ്കിലും നല്ല രീതിയിൽ
ഓനെ വിഷമിപ്പിക്കരുത് കേട്ടോ, വേദനിപ്പിക്കരുത്, പാവാണ് മോനെ. എന്താ ചെയ്യുക, സാരമില്ല. എളാമ, ഞാൻ നവാസ്കയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും നവാസ്കയുടെ കൂടെ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കണില്ല. എനിക്കൊരു സംരക്ഷണത്തിന് വേണ്ടി നവാസ്ക ഉണ്ടായാൽ മതി. എൻ്റെ ജീവിതത്തിലേക്ക് മക്കളുണ്ടല്ലോ. പിന്നെ നവാസ്ക രണ്ടാമത് കല്യാണം കഴിച്ച ആ പെണ്ണിൻ്റെ കൂടെ തന്നെ നവാസ്ക ജീവിച്ചോട്ടെ. ഞങ്ങളെ സംരക്ഷിച്ചാൽ മാത്രം മതി. എനിക്ക് എൻ്റെ മക്കളെ കൂടെ ജീവിക്കാനുള്ളൊരു സന്തോഷം. പിന്നെ ഹലാലായല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമാണെങ്കിലൊക്കെ നവാസ്കയെ വിളിക്കുകയും ചെയ്യാം. ഒരിക്കലും എനിക്ക് വാശില്ല, എനിക്ക് മാത്രം നവാസ്കയെ കിട്ടണമെന്ന്. അതെ, സൗദ എന്ന പേരുള്ള അവളെ നവാസ്ക നോക്കിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഇത്രയൊക്കെ തെറ്റ് ചെയ്ത് എന്നെ നവാസ്ക സ്വീകരിച്ചില്ലേ, അതുകൊണ്ട് രണ്ടുപേരും ഉണ്ടായിക്കോട്ടെ, എനിക്ക് ഒരു വിഷമമില്ല. ഞാൻ മരണത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കണം. എന്നെ ഉമ്മ രക്ഷിച്ചതുകൊണ്ടല്ലേ ഞാൻ ഈ നിലക്ക് ഇവിടെ നിൽക്കുന്നത്. മാറ്റുന്നതിനിടയിൽ അവൾ അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ സാരല്ല, കരയണ്ട, അതൊക്കെ ഞാൻ അവിടുന്ന് സംസാരിക്കാം. അതൊക്കെ എന്തെനിക്കറിയില്ല, അതൊക്കെ നിങ്ങളിഷ്ടം പോലെ കേട്ടോ. ഇനിയിപ്പോൾ മറ്റോളെ കൂട്ടിക്കൊണ്ടുവരുന്നതും ജീവിക്കണതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട. ഇന്നത്തെ നമ്മളെ ആവശ്യം എന്താ വെച്ചാൽ നമ്മളെ മക്കൾ അനാഥമാവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാൽ ഈ സമയം ഷമ്മാസ്, എളാമ എന്തായി, കഴിഞ്ഞില്ലേ? അത് ഉസ്താദൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ പള്ളിയൊക്കെ പോകേണ്ടതായതുകൊണ്ടേ. ആ മോനെ, കഴിഞ്ഞു. ഇതൊക്കെ എൻ്റെ താത്താൻ്റെ പണിയാണ്. താത്താക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. കുറച്ചൊരു പുതിയണ്ണങ്ങളായാലും നല്ല മട്ടത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത് എന്ന് കരുതി അങ്ങനെ എന്നല്ല, എന്നാലൊരു പാകത്തിന് ആവശ്യത്തിനുള്ള ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഗൗണായിരുന്നു അവൾ ധരിച്ചിരുന്നത്. അതിൽ അധികം വർക്കും കാര്യങ്ങളും ഇല്ലെങ്കിലും കുറച്ച് സിമ്പിളാണെങ്കിലും എന്നാൽ കാണാൻ നല്ല അടിപൊളി ലുക്കും ഉണ്ട്. ശരിക്കും ഫസീലത്തെ അതാ എളാമയും മക്കളും മാറ്റിച്ചിരുത്തിയപ്പോൾ മക്കൾ പറഞ്ഞു, ഉമ്മ ശരിക്കും പുതിയ മണവാട്ടിയെ പോലെ തന്നെ ഉണ്ടല്ലേ. ആ പിന്നെ അതിനെന്താ, ഓൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓൾക്ക് സൗന്ദര്യത്തിനും കുറവില്ല. അതിൻ്റെ ഇടയിൽ പറ്റാൻ ഇപ്പം നന്നായി വന്നിക്കണ്, മാഷാ അള്ളാഹ്ക്ക് ഞാൻ റെഡി ആയിക്കോളും, സാരമില്ല. തടി പറ്റൊന്നും കൂടെ പോയിക്കണ്, ഒന്നും സാരമില്ല. അങ്ങനെ ഏതാ അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞു, എന്നാൽ ഞങ്ങളങ്ങോട്ട് ഓളെ കൊണ്ടോട്ടെ. ആ ഉമ്മ പൊട്ടിക്കരഞ്ഞു. മക്കളെ, നിങ്ങൾ ക്ഷമിക്കിട്ടോ, എൻ്റെ കുട്ടിയുടെ അടുത്ത് പറ്റിപ്പോയ തെറ്റിനൊക്കെ നിങ്ങൾ ക്ഷമിക്ക്. ആ പിതാവ് പൊന്നു മോളെ കൈ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, മോളെ, ഉപ്പാൻ്റെ കുട്ടി ഇനി ഒരു കെണിയിലും വീഴല്ലിട്ടോ. ഉപ്പാൻ്റെ കുട്ടി നല്ല രീതിയിൽ വളരണം കേട്ടോ. നല്ല രീതിയിൽ കുട്ടികളെയും എൻ്റെ ഭർത്താവിനെ നോക്കി ജീവിക്കണം കേട്ടോ. വേറൊരു ചിന്ത എൻ്റെ കുട്ടിക്ക് വരരുത് കേട്ടോ. ഉപ്പാക്ക് ഇപ്പോഴാണ് ഒരു സമാധാനമായത്, ഇതുവരെ നെഞ്ചിനുള്ളിൽ തീയായിരുന്നു മോളെ. ഉപ്പാൻ്റെ ഈ വയസ്സുകാലത്ത് ആഗ്രഹം മോള് തട്ടി തെറിപ്പിക്കല്ലിട്ടോ. ഉപ്പ ഇല്ല ഉപ്പ, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ലപ്പ. അവൾ ഉപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നാൽ ആ ഒരു കാഴ്ച കണ്ടു നിന്നവരെല്ലാം പൊട്ടിക്കരയുകയായിരുന്നു. എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്തൊരു സങ്കടം. ശരിക്കും അതാ ഷമ്മാസും നവാസും ഉസ്താദും അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു. എന്നാൽ പോയാലോ, ഷമ്മാസ് പറഞ്ഞു. കാരണം കൂടുതൽ അവർ സങ്കടപ്പെടുന്ന കാഴ്ച കണ്ടപ്പോൾ ഇനി അധികം ഒന്നും വേണ്ടെന്ന് കരുതിയിട്ട്, എന്നാൽ മതി, എന്നാൽ ശരി എളാമ എന്ന് പിടിച്ചോളി. അങ്ങനെ അതാ അവളെ കൂട്ടിക്കൊണ്ടുവരുന്നു റജിനത്ത. നവാസിൻ്റെ കൈകളിൽ എളാമ ഏൽപ്പിക്കുന്നു. മോനെ നവാസേ, എന്നാ എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫസീലത്തയുടെ കൈകൾ നവാസിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചപ്പോൾ ആ കൈകൾ അവൻ ഒന്നുകൂടി മുറുകെ പിടിച്ചു. അതെ, ഫസീലത്തയുടെ ഒരു കൈയിൽ മോളും നവാസിൻ്റെ മറ്റേ കൈയിൽ മോനുമായിട്ട് അവർ സുന്ദരമായ ഒരു ജീവിതത്തിലേക്ക് നടന്നു കയറുന്ന പോലെ ആ ഒരു കാഴ്ച കണ്ടു നിന്നവരെല്ലാം മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ട് പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എല്ലാവരുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് തന്നെ ആ വാഹനത്തിലും കയറി. എല്ലാത്തിൻ്റെ ഇടയിലും നമ്മുടെ പ്രിയപ്പെട്ട ഐഷു ഉണ്ടായിരുന്നു. ഉസ്താദ് ഐഷുവിനെ വിളിച്ചപ്പോൾ വേണ്ട, എൻ്റെ ഫ്രണ്ട്സ് ഇതാണ് എന്ന് പറഞ്ഞ് അവൾ അവരുടെ കൂടെ തന്നെ. അങ്ങനെ അവർ ചിരിയും കളിയും തമാശയുമായിട്ട്
അതാ ആ വാഹനത്തിലേക്ക് കയറി ആ പിതാവ് നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്നു. മാതാവും എന്നാൽ വിങ്ങി പൊട്ടുകയായിരുന്നു നമ്മുടെ കുഞ്ഞു. അത് ഇത്താത്ത പോവാന്ന് പറഞ്ഞപ്പോൾ ഇത്താത്തയെ കുറച്ച് ദിവസം കാണാനില്ലാതായി ഒക്കെ ആയപ്പോൾ വല്ലാതെ ഹൃദയം പൊട്ടി വേദനിച്ചിരുന്നായിരുന്നു നമ്മുടെ കുഞ്ഞു. എന്നാൽ ഇത്താത്ത തിരിച്ചു വന്നു, അല്ലെങ്കിൽ ഇത്താത്തയെ കൊണ്ടുവന്നു എന്നറിഞ്ഞപ്പോൾ അവന് ഒത്തിരി ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം എൻ്റെ ഇത്താത്ത എൻ്റെ ജീവനാണ്, വേണ്ടതെല്ലാം അവന് വാങ്ങിക്കൊടുത്തിരുന്നു. വിതുമ്പുന്ന കുഞ്ഞു അവൻ ഇത്താത്തയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോനെ, ഇത്താത്ത നിങ്ങൾ പോവുകയാണോ? പോയിക്കോളി, നല്ല രീതി ജീവിച്ചോളിട്ടോ. പക്ഷേ കുഞ്ഞു ഒറ്റക്കാവൂലേ ഇവിടെ? അവൻ വിതുമ്പി പൊട്ടിക്കരഞ്ഞു. മോനെ. എന്നാൽ പെട്ടെന്ന് എല്ലാവരും കരയുകയാണ്. അതിനിടയിൽ ഷമ്മാസ് മറ്റൊരു വണ്ടിയെടുത്ത് നേരെ അവരുടെ വീടിനടുത്തേക്ക് തിരിച്ചു വരുന്നു. ഉമ്മ, ഉപ്പ, എന്നാ പോരെ. എങ്ങോട്ട് മോനെ? നിങ്ങൾ കയറിമ്മ. ഉപ്പ കയറി. പുതിയ വസ്ത്രങ്ങൾ എല്ലാം കൊടുത്ത് അവരത് അണിയിപ്പിച്ച് അതാ ഷമ്മാസ് അവരെ കൊണ്ടുപോകുന്നു. കുഞ്ഞൊരു നിമിഷം, അല്ലിക്ക, ഷാമോൻക എങ്ങോട്ടാണ്? വാടാ, നീ കയറ് മോനെ. അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അത് പറഞ്ഞപ്പോൾ ഷമ്മാസിൻ്റെ മുഖത്തേക്ക് അവൻ ദയനീയമായി നോക്കി. വാ മോനെ, വാതിലടച്ചോളി. അത് ഉമ്മയും ഉപ്പയൊന്ന് കണ്ടു വന്നോട്ടെ. ഞാൻ ഹേയ് അങ്ങനെയല്ല, വന്നേ. ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഉമ്മയെയും ഉപ്പയെയും കുഞ്ഞുവിനെയും അതാ മറ്റൊരു കാറിൽ കയറ്റി അവർ കൊണ്ടുപോകുന്നു. ഷമ്മാസ് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. എല്ലാവരും പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ അപ്പം തന്നെ ഉമ്മയും ഉപ്പയൊക്കെ കൊണ്ടുപോവോ? എന്നാൽ പലരും പറഞ്ഞു, അതായിരിക്കും അങ്ങനല്ലേ, ഓല് എന്ന് വെച്ചാൽ എന്താ, ആദ്യം ഇപ്പോൾ കല്യാണം കഴിഞ്ഞാന്നല്ല, 2 കുട്ടികളുള്ളതല്ലേ, ആ ഒരു ബഹുമാനത്തിൽ അങ്ങനെ കൊണ്ടുപോകായിരിക്കും. എന്നാലല്ലേ ആ പെണ്ണിന് നല്ലൊരു ബുദ്ധി തോന്നിയത് നന്നായി, അല്ലെങ്കിൽ ആ പെണ്ണ് എവിടെ എന്തായി തീരും. ഓരോ മനുഷ്യന്മാരോരോ ഇതിലേ. എന്നാലും ഭാഗ്യം ഉണ്ട് കേട്ടോ, ഫസീല രക്ഷപ്പെട്ടിക്കണ്. ഫസീല ഒക്കെ അള്ളാഹുവിൻ്റെ തിരുനോട്ടം കിട്ടിക്കണ്. അഥവാ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ റഹ്മാനെ എന്തായിരിക്കും അവസ്ഥ. ഇങ്ങളൊക്കെ മക്കളെ ന്യൂസിൽ വായിച്ചില്ലേ, വല്ലാത്തൊരു കഥ. ഏതായാലും ഫസീല ഭാഗ്യമുള്ള പെണ്ണാണ്, ഓള് രക്ഷപ്പെട്ടു തന്നെ. ഓരോ പെൺകുട്ടികൾ ഓരോ ചതിയിൽ പെടുന്നതേ ഓൾക്ക് ഓരോ ഫ്രണ്ട്സായിട്ടും ഓരോ ഫ്രണ്ട്ഷിപ്പായിട്ടും സുഹൃത്തുക്കളായിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. ഭർത്താവിൻ്റെ മക്കളൊക്കെ ആ സമയത്താണ് മറക്കും, ഓരോ പുതിയ പുതിയ പ്രണയങ്ങൾ പോടുമ്പോഴേ. അതെന്തേടി? ഒന്നുമല്ല പൊന്നാരേ, നിങ്ങൾ കേൾക്കണം. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയ വീട്ടമ്മക്ക് അത് നിങ്ങൾക്ക് ഇന്നും ഇന്നലെയൊക്കെ ഒരു ന്യൂസിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ഫസീൽ അങ്ങനെ രക്ഷപ്പെട്ടതന്നല്ലേ. അതുകൊണ്ട് ഇപ്പോൾ എന്തായി? ഓൾക്ക് നല്ലൊരു ജീവിതം കിട്ടി, നല്ലൊരു ചെക്കനല്ല നവാസ്, ഐഷുമ്മാൻ്റെ മോനോ. അങ്ങനെ ഇവല് മക്കളെ വെച്ചാൽ അങ്ങനെ വേണ്ടാത്തിനൊന്നും നിൽക്കൂരല്ലോ. നല്ല മക്കളൊക്കെ തരണം, ഉമ്മാനൊക്കെ അനുസരിച്ചൊക്കെ നിൽക്കണം. നല്ല മക്കൾ അവിടെയൊക്കെ എത്തിക്കിട്ടിയ ആ ഉമ്മാൻ്റെ ഒരു പ്രാർത്ഥന മതി. ആ ഉമ്മാന്ന് വെച്ചാൽ തന്നെ എന്താ, എല്ലാവരും തൊട്ടും വേദന ഉണ്ടാണ്, ഒരാളും വിഷമിക്കണതിന് ഇഷ്ടമല്ല. ഏതായാലും റബ്ബ, എന്ത് കഥ, നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞില്ല. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയ വീട്ടമ്മക്ക് ആരോടൊക്കെ പ്രണയം തോന്നിക്കണത്. 3 മക്കളെയും ഭർത്താവിനെ ഓള് ഒഴിവാക്കി ഇറങ്ങി. റബ്ബേ, ഞാൻ അങ്ങനെ ഈ ഫസീലാനെ കുറിച്ച് ആലോചിക്കും. എത്രയും നല്ല ഗൾഫിൽ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള, ഗൾഫിൽ കാലാകാലം പ്രസവവും കാര്യമൊക്കെ അവിടെ തന്നെ. എന്നിട്ട് ആരെങ്കിലും കാണുമ്പോൾ ഓലെ പിന്നാലെ അങ്ങോട്ട് ഇറങ്ങുക. അങ്ങനെ പോയിട്ട് 4 മാസമായി. 4 മാസമാകുമ്പോഴത്തേന് എന്താവും? ഈ ആദ്യത്തെ മാപ്പിളിൻ്റെ ഒപ്പം മാപ്പിളിനെ ഇട്ടുകാണ്ട് പോയ പെണ്ണ് ഏതോ ചെക്കന്മാരെ കൂടെ 3 കുട്ടികളെ ഇട്ടുകാണ്ട് പോവാണ്. 5 മാസമാകുമ്പോഴത്തേന് എന്തായി? പഠിച്ചോനെ, എനിക്ക് എൻ്റെ ഇവിടുത്തെ ജീവിതം ഒന്നും നടക്കൂല. കാരണം ഇവൻ്റെ കൂടെ ജീവിച്ചിട്ട് എനിക്കൊരു സുഖമില്ല. ഞാൻ എൻ്റെ 3 മക്കളെയും വിട്ട് പോകുന്നതാണ്. അതുമല്ല എൻ്റെ ഭർത്താവിന്, അതുമല്ല പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ മേത്തുള്ള പണ്ടും പണവും ഇവനെടുത്ത് വിറ്റ് ഞങ്ങൾ സുഖമായി ജീവിക്കാനൊക്കെ ജീവിച്ചു. ഇപ്പം എൻ്റെ മേത്തത്തെ സ്വർണ്ണം കഴിഞ്ഞു, കയ്യത്തെ പൈസയും കഴിഞ്ഞപ്പോൾ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇനി എങ്ങനെയെങ്കിലും ഇനി ഇവിടെ നിൽക്കാൻ കഴിയൂല, എങ്ങനെയെങ്കിലും തിരിച്ചു പോകണമെന്ന് ഓള് വിചാരിക്കുകയാണ്. പക്ഷേ തിരിച്ചു വരാൻ കൊതിച്ചിട്ടും വിധി അനുവദിച്ചില്ല. ചതിക്കുഴികളിൽ വീണു പോകുന്ന ജീവിതങ്ങൾ എന്നും ഒരു വേദനയുള്ള കാഴ്ച തന്നെയാണ്. റഹ്മാനെ, അങ്ങനത്തെ ഒരു ബുദ്ധിയൊന്നും ഒരാൾക്കും കൊടുക്കാതിരിക്കണേ അല്ലാ. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയ അപ്പോൾ ഒരിടത്തുനിന്ന് ഒരു നോട്ടം മതിയല്ലോ ഓരോ തെറ്റിലേക്കാണ് വീഴാൻ. ഇബിലീസിൻ്റെ ഒരു നോട്ടം, ഒരു കെണി, അത് മതി. അങ്ങനെ ഒരു ചെറുതായിട്ടൊരു സൗഹൃദം അങ്ങനെ തുടങ്ങി. പിന്നെ 3 മക്കളുടെ ഉമ്മയാണ്. ഓൾക്കും തോന്നി
ഏതായാലും ഓൻ്റെ കൂടെ ജീവിച്ചാലായിരിക്കും നല്ല ഹാപ്പി എന്ന് വിചാരിച്ചത്. അവളെ ജീവിതം തന്നെ മരണത്തിലേക്കെന്ന് അവൾ അറിഞ്ഞില്ല. ആ 3 മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് ഇറങ്ങിയ ഹസ്ന എന്ന് പേരുള്ള പെണ്ണ്, അതെ നമ്മളെ നാട്ടിൽ നടന്ന സംഭവം തന്നെയാണ്. 5 മാസം കഴിഞ്ഞ് തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. കാരണം പണ്ടും പൈസയും എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ജീവിക്കാൻ മാർഗമില്ലല്ലോ. പക്ഷേ 5 മാസം കഴിഞ്ഞത് ലഹരിക്കടിമയായ ഒരു ക്രിമിനലിൻ്റെ ഒപ്പമാണ് എന്നുള്ളത് ഓൾ ആദ്യം തിരിച്ചറിഞ്ഞില്ല. നല്ല സ്നേഹത്തോടെ നല്ലോണം നോക്കി പുഞ്ചിരിച്ച് സൗഹൃദത്തിലായി, പിന്നെ പ്രണയത്തിലായി. പക്ഷെ അറിഞ്ഞില്ല ഓള് ഒരു മയക്കുമരുന്ന് അടിമയുടെ കൂടെയായിരുന്നു എൻ്റെ ജീവിതം എന്നുള്ളത്. എന്താണ് സംഭവിച്ചത്? ആ പെണ്ണിനെ സമ്മതിച്ചില്ല തിരിച്ചു പോവാൻ. എന്താ സംഭവിച്ചത്? ഉള്ള സംഭവമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഈന്താട് മുണ്ടപ്പുറത്തുമൽ ഹസ്നയെ 34 വയസ്സുള്ള പെണ്ണാണ് അപ്പാർട്ട്മെൻറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഇത് വെറുമൊരു ആത്മഹത്യയല്ലെന്നും കൊലപാതകവുമാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഉമ്മയെ വിളിച്ച് എല്ലാം ശരിയാക്കി ഞാൻ വീട്ടിലേക്ക് വരും ഉമ്മ, എനിക്ക് എൻ്റെ മക്കളൊപ്പം ജീവിക്കണം, ഉമ്മ തെറ്റ് പറ്റിപ്പോയി, ഞാൻ വരികയാണ് ഉമ്മ എന്ന് ഹസ്ന പറഞ്ഞിരുന്നു. പിറ്റേന്ന് ഉമ്മ വിളിച്ചപ്പോൾ എത്രയൊക്കെ തന്നെ ആയാലും ഉമ്മാക്കും ഉപ്പാക്കും നമ്മളെ പ്രസവിച്ച ഉമ്മയും ഉപ്പയും നമ്മളിനിപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും അവർ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുമല്ലോ. പിറ്റേന്ന് ഉമ്മ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് കൂടെ താമസിച്ചിരുന്ന ആദിലായിരുന്നു. ഹസ്നയ്ക്ക് തലവേദനയാണെന്നാണ് ഇയാൾ പറഞ്ഞത്. തൊട്ടു പിന്നാലെ ഹസ്ന ആത്മഹത്യ ചെയ്തു എന്ന വിവരമാണ് ഇയാൾ വീട്ടുകാരെ അറിയിക്കുന്നത്. എന്നാൽ ആദിൽ ലഹരി കേസുകളിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് ഹസ്ന വൈകിയാണ് അറിഞ്ഞത്. തൻ്റെ തെറ്റുകൾ തിരുത്തി മക്കളിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ച ആ ഒരു ഉമ്മയ്ക്ക് വിധി നൽകിയത് മരണമായിരുന്നു. ഹസ്നയെ ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി മാഫിയകൾക്കായി ഉപയോഗിച്ചിരുന്നോ എന്നും കുടുംബം സംശയിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതെ തൂങ്ങി മരണമാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും പക്ഷേ മരണത്തിൽ ദുരൂഹതകൾ നീങ്ങണം. കാരണം വിളിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് പിന്നെ അതുമല്ല നാളെ എനിക്ക് എൻ്റെ മക്കളെ കാണാൻ പോകണം, എൻ്റെ പൊന്നു മക്കളുടെ കൂടെ എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ സമ്മതിച്ചിട്ടുണ്ടാവില്ല. ആ 3 മക്കളും ഉമ്മയില്ലാത്ത മക്കളായി പോയില്ലേ. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്ക് റഹ്മാനെ. ഇതുപോലുള്ള ഒരു സ്റ്റോറിയാണല്ലോ നമ്മുടെ 2ാം കെട്ട് എന്നുള്ള സ്റ്റോറിയിലും ഇതേ സെയിം സംഭവമായിട്ട് തോന്നി. പക്ഷേ നമ്മൾ പറയുന്ന ഓരോ സ്റ്റോറികളും യഥാർത്ഥങ്ങളാണ് എന്നുള്ളത് നമ്മൾ പിന്നീടാണ് തിരിച്ചറിയുക. ഇപ്പോൾ ഹസ്നയുടെ കഥ 3 മക്കളാണ് അല്ലേ. 3 മക്കൾ ഉപേക്ഷിച്ച് അവൾ ഇറങ്ങി. എനിക്ക് എൻ്റെ മക്കളെ കാണണമെന്ന് അതിയായ ആഗ്രഹം. 5 മാസം കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആർക്കറിയാം. എന്നാൽ സമ്മതിക്കൂല, കൊന്നുകളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകളെല്ലാം പുറത്തു കൊടുക്കട്ടെ, ആമീൻ. കാരണം ആ ഉമ്മയും ഉപ്പ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ എൻ്റെ മോളൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിലും. പക്ഷെ അപ്പോഴേക്കും ഇല്ലാതാക്കിയില്ലേ. ആ മക്കൾക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും ആ ഉമ്മയെ കാണാൻ. നമ്മുടെ ആ സ്റ്റോറിയിലെ ആലിയ എന്ന സ്റ്റോറിയിലെ അത് ആ ഫൈസി ആ മക്കൾ അനുഭവിക്കുന്ന വേദനകൾ, ഉമ്മയെ കാണുവാനുള്ള ആഗ്രഹം, അത് ഒക്കെ സഹിക്കുന്ന അതുപോലത്തെ മക്കൾ തന്നെ ആയിരിക്കൂലേ ഇതും. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ഇതുപോലുള്ള ബുദ്ധിയെ തൊട്ടൊക്കെ റഹ്മാനെ ജീവിക്കുന്ന കാലത്ത് റാഹത്തോടു കൂടി ഇസ്സത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. ഒരു തെറ്റിലേക്കും ഞങ്ങളെ നീ തള്ളിയിടല്ല അല്ലാ. അതിപ്പോൾ പ്രായം ഒന്നും ഒരു പ്രശ്നമേ എല്ലാവർക്കും. 3 മക്കളുണ്ടെന്നോ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെന്നോ ഒന്ന് ഇപ്പോൾ കുറേ കേൾക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിൻ്റെ കെണികളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ ഷമ്മാസ് അതാ ഫസീലയുടെ ഉമ്മയെയും ഉപ്പയെയും അനിയനെയും കൊണ്ടുപോകുന്നത്. അവർക്ക് എന്തെന്നില്ലാത്ത ഒരു മോനെ, എങ്ങോട്ടെൻ്റെ കുട്ടി, നമ്മൾ ഇനി അങ്ങോട്ട് പോരണോ മോനെ, കാരണം ഞങ്ങളെന്ന് വെച്ചാൽ അത്ര മാനം കെട്ടവരാണ്. ഞങ്ങളെ മോള് പോയതിൽ പിന്നെ ഞങ്ങൾക്ക് വളരെയധികം ഒരാളെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ലായിരുന്നു മോനെ, എന്തിനാ ഞങ്ങളിഞ്ഞ് കൊണ്ടുപോണത്. ആ പിതാവ് അഭ്യർത്ഥിക്കുമ്പോൾ ഷമ്മാസ് ഉപ്പ നിങ്ങൾ കരയില്ല ഉപ്പ, നിങ്ങൾ ഒരിക്കലും ഒരാളുടെ മുമ്പിൽ നമ്മൾ മാനം കെടുത്തൂല ഉപ്പ, എനിക്ക് ഏതായാലും ഉപ്പയില്ല. അതെ എനിക്ക് നിങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം സമാധാനമാണ് മോനെ, അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഓൾ അങ്ങനെയൊക്കെ പോയിട്ടും എൻ്റെ മോനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞയച്ചിരുന്നത്. അതെ ഞങ്ങൾക്കത് സന്തോഷമായിരുന്നു. എന്നാൽ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ അതാ പുതിയൊരു വീട്ടിലേക്ക്
അതും ഒരുപാട് തോരണങ്ങളും ലൈറ്റുകളും നിറഞ്ഞ ആ ഒരു പുതിയ വീട്ടിലേക്ക് അതാ വാഹനങ്ങൾ ഓരോന്നായി തിരിഞ്ഞു. ശരിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വലിയ പുതിയ വീട്ടിലേക്ക് പോകുന്നത് കണ്ട് അപ്പോൾ പുത്തൻ വീട് തറവാട് ഇത് മാറ്റിപ്പണിതോ എന്നുള്ള സംശയം ശരിക്കും അത്ഭുതപ്പെട്ടു പോകുകയായിരുന്നു. ഉമ്മയും ചോദിച്ചു, അത് കുഞ്ഞും ചോദിച്ചു, അല്ലിക്ക നമ്മൾ പുത്തൻ വീട് തറവാട്ടിലേക്കല്ലേ? അതെ, ഇതും ഒരു പുത്തൻ വീട് തറവാട് തന്നെ. ഉമ്മ നിൽക്കുന്നിടം പുത്തൻ വീട് തറവാട് തന്നെയാണ്. ഉമ്മ ഇവിടെയുണ്ടോ? അത് കേട്ടപ്പോൾ സമാധാനമായി, സന്തോഷമായി. എന്നാൽ ഈ സമയം അതാ നവാസും ഫസീലയും ഒരുമിച്ച് തന്നെ ഇരിക്കുകയാണ്. ഇടയ്ക്കിടെ നവാസ് ഫസീലയോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അവൾ പതുക്കെ അതിനൊരു മറുപടിയും പറയുന്നുണ്ട്. അല്ല, എങ്ങോട്ട് പോകാനാണ് ഇഷ്ടം? ഉമ്മയുള്ളിടത്തേക്ക്. അവിടം സ്വർഗമാണ്, അവിടേക്ക് പോയാൽ മതി. ഓ അങ്ങനല്ലേ, ആയിക്കോട്ടെ. ഉമ്മയുള്ളിടത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോവാണ്. ഒന്ന് തലയുയർത്തി നോക്കിക്കേ. അവൾ അങ്ങോട്ട് നോക്കിയപ്പോൾ അത് വേറൊരു പുതിയ വീട്ടിലേക്കാണ്. ഇക്ക, അപ്പോൾ ഉമ്മൻ്റെ അടുത്തേക്കല്ലേ? ആ, ഉമ്മയുണ്ടല്ലോ. അങ്ങനെ അതാ അവർ ആ ഒരു വലിയ വീടിന് മുമ്പിൽ വാഹനം നിർത്തി എല്ലാവരും അതാ ഇറങ്ങി തുടങ്ങുന്നു. ഷമ്മാസ് ആ ഉപ്പയെ കൈപിടിച്ചു, കുഞ്ഞുമ്മയെയും കൈപിടിച്ചുകൊണ്ട് അതാ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഐഷുമ്മ അവിടുത്തെ ആ വിശാലമായ കോലായിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഫസീലയെ കൈപിടിച്ച് കയറ്റുവാൻ വേണ്ടിയിട്ട്. ഫസീലയെ റജിനത്ത അതാ കൊണ്ടുവരുന്നു. ഉമ്മ, ഇതങ്ങളെ മരുവള് എന്ന് പറഞ്ഞിട്ട് ഫസീലയെ അതാ ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ അവളെ കൈപിടിച്ച് കൊണ്ടുവന്നു. മോനെ നവാസേ വാ. നവാസ്കയും കയറി. രണ്ടുപേരുടെയും കൈ പിടിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു, മക്കളെ, എൻ്റെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കട്ടോ, ഇനി വരി. രണ്ടുപേരെയും കൂട്ടി ഉമ്മ അതാ ആ റൂമിലേക്ക് നടന്നു. എന്നാൽ ഈ സമയം അതാ ഫസീലയുടെ ഉമ്മയും ഉപ്പയും അനിയനും അവരെയും നല്ല രീതിയിൽ സ്വീകരിച്ച് അവിടെ ഇരുത്തി. എന്നാൽ ഷമ്മാസ് ആ ഉപ്പയുടെ കൈകൾ പിടിച്ചുകൊണ്ട്, മോനെ എങ്ങോട്ടാ? അകത്തേക്കൊന്നും വേണ്ട, ഇവിടെ ഇരുന്നാൽ മതി. അല്ലുപ്പ വരി. നല്ല വിശാലമായ നല്ലൊരു റൂമിലേക്ക് ഉപ്പയെ കൊണ്ടു ചെന്നിട്ട് പറഞ്ഞു, ഉപ്പാ ഉമ്മ വരി. ഇതാണോ എൻ്റെ കുട്ടീൻ്റെ റൂം? അല്ലുപ്പ, ഇത് നിങ്ങളുടെ റൂമാണ്. ഇത് നിങ്ങൾക്കും ഉപ്പാക്കുള്ള റൂമാണ്. കുഞ്ഞു, നിനക്കുള്ള റൂം മുകളിലാണ്. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. എന്താ ഷാമോൻക്ക പറയുന്നത്? അതെ, ഇത് നിങ്ങൾക്കുള്ള വീടാണ്. നിങ്ങൾക്കും ഉപ്പാക്കും കുഞ്ഞുനും ഫസീലക്കും മക്കൾക്കും. അതെ, നവാസ്ക ഉണ്ടാവും ഇവിടെ. ഇടയ്ക്കിടെ നവാസ്ക ഇവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. ശരിക്കും അവർ ഞെട്ടിപ്പോയി. മോനെ, എന്താ ഞങ്ങളീ കേൾക്കുന്നത്? അതെ ഉമ്മ, നിങ്ങളുടെ പൊട്ടിപ്പൊളിയാറായ ആ ഒരു വീട്ടിൽ നിന്ന് ഇനി ഇങ്ങോട്ട് താമസം മാറ്റാം. പെട്ടെന്ന് ആധാരവും അതിൻ്റെ ബാക്കി കടലാസും കാര്യങ്ങളുമെല്ലാം ആ ഉപ്പയുടെ കൈകളിൽ ഷമ്മാസ് ഏൽപ്പിക്കുന്നു. അത് ആ വീടിൻ്റെ താക്കോലും. ഉപ്പ, ഇത് ഉപ്പാൻ്റെ വീടാണ് കേട്ടോ. ഉപ്പാൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഇവിടെ താമസിക്കുന്ന വീടാണ്. മോനെ, ഇത് അദ്ദേഹത്തിൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രയധികം വലിയൊരു വീട് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ്. മോനെ, ഇതൊക്കെ ഇവിടൊക്കെ നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടോടാ? അതിനൊക്കെ ഞാൻ യോഗ്യനാണോ? ഉപ്പ, അതിനെന്താ, സന്തോഷമേ ഉള്ളൂ. ഇത് നിങ്ങളെ വീടാണ് കേട്ടോ. നിങ്ങളുടെ ഈ വീടിൻ്റെ ചാവിയും അതുപോലെ ആധാരം കാര്യമൊക്കെ ഇതിലുണ്ട്. ഭദ്രമായി ഇതിൽ വെച്ചിട്ടുണ്ട്. ഉപ്പ, നിങ്ങളുടെ ഈ ബെഡിന് താഴെയുള്ള ഈ ഒരു മേശയിൽ എല്ലാം ഉണ്ട്. ഒക്കെ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. എല്ലാ സൗകര്യങ്ങളുമെല്ലാം. ഇനി മുതൽ ആ വീടിനോട് വിട പറയാം. അവിടുന്ന് എന്തിനാണ് ചോർന്നൊലിക്കുന്ന വീടും പൊട്ടിപ്പൊളിയാറായ വീടും? അത് നമുക്ക് വേണ്ട കേട്ടോ, വേണ്ടല്ലോ. അഥവാ പൂതിയാണെങ്കിൽ ഒന്ന് പോയി കാണുക എന്നല്ലാതെ അതും വേണമെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാം. എന്നാൽ പോർച്ചിൽ കിടക്കുന്ന ആ ഒരു നല്ലൊരു കാറ് കുഞ്ഞുവിനെ വിളിച്ചു. കുഞ്ഞു, ആ എന്തേക്കാ? ശരിക്കും അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. എന്നാ ഒരു ചാവി അവൻ്റെ കൈകളിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിനക്കുള്ളതാണ് ആ കാറ്. ഉമ്മയെ ഉപ്പയെ കൊണ്ട് നടക്കാനും ഇത്താത്താക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും വരണമെങ്കിലും മക്കളെ കൊണ്ടാക്കാനും ഒക്കെ ഉള്ള നിനക്കുള്ള കാറ്. ശരിക്കും കുഞ്ഞു ഞെട്ടിപ്പോയി. അതേക്കാ, എനിക്കൊരു ബൈക്ക് അത് തന്നെ ഉണ്ട്. ബൈക്ക് ഉണ്ടായിക്കോട്ടെ,
പക്ഷേ വൈക്കുണ്ടായിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്ക് ഉമ്മയോ ഉപ്പയോ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ ആവശ്യമാണ്, നിന്നോട്ടെ, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ശരിക്കും കുഞ്ഞു നവാസിൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഇക്ക, ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചതല്ല കേട്ടോ ഇതൊന്നും. ഞാൻ എന്ത് ചെയ്യുക എനിക്കറിയുന്നില്ല. ഒന്നും വേണ്ട, ഉമ്മയും ഉപ്പയൊക്കെ നല്ല രീതിയിൽ നോക്കുക, അതന്നെ ഏറ്റവും വലിയത്. അത് എനിക്കറിയാം മോൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതെ, പെങ്ങളെ കിട്ടിയപ്പോഴും വല്ലാത്ത സന്തോഷമായിരുന്നു. ആദ്യം ഞാൻ അറിയായിട്ടൊന്നല്ല. അതെ, പിന്നെ പെങ്ങളെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നീ ഒരു പൊട്ടിക്കരയിൽ അവിടെ പൊട്ടിക്കരയുന്നത്, വിങ്ങി പൊട്ടുന്നത് ഞാൻ കണ്ടതാണടാ. അതെ, ഒന്ന് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ഭാഗ്യങ്ങളാണ് ഫസീലയുടെ വീട്ടുകാർക്ക് പുത്തൻ വീട് തറവാട്ടുകാർ ഒരുക്കിയത്. എല്ലാവരെയും കണ്ണഞ്ചിപ്പിക്കുന്ന ആ ഒരു വീടും മനോഹരമായ നല്ലൊരു കാറും എല്ലാം കൂടി കണ്ട് ശരിക്കും എല്ലാവരും അത്ഭുതപ്പെട്ടു. ഐഷുമ്മ നേരെ ഫസീലയുടെ അരികിലേക്ക് മോളെ കൈ പിടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് ഐഷുമ്മ ഒരുപാട് അവളെ ചുംബിച്ചു നെറ്റിയിൽ. മോളെ, അതെ, ആ കൈകൾ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, എൻ്റെ നവാസിനെ അന്നെ ഏൽപ്പിക്കുക കേട്ടോ ഉമ്മ. ഇനിയൊന്നും ഉണ്ടാവില്ല ഉമ്മ, എനിക്കറിയാം മോളെ. എൻ്റെ കുട്ടിനെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. ഐഷുമ്മ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. കരയണ്ട, ഉമ്മയും ഉപ്പയൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. ശരിക്കും ഫസീല ഞെട്ടിപ്പോയി. ഉമ്മ, അത് അവരിപ്പോൾ പോവുമല്ലോ. അല്ല മോളെ, ഇത് നിങ്ങൾക്കുള്ള വീടാണ്. ഉമ്മാക്കും ഉപ്പാക്കും കുഞ്ഞിനൊരു വണ്ടി ഷമ്മാസ് എടുത്തേക്കണ്, അത് ഓൻ്റെ വകയായിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനൊരു വണ്ടിയും പിന്നെ എല്ലാം ഉണ്ട്. നല്ല മട്ടത്തിൽ ഇവിടെ ജീവിക്കും. ഓല അങ്ങോട്ട് പോകണ്ട. എൻ്റെ നവാസ് അല്ല, നമ്മളെ നവാസ് ഇവിടെ വരും. ഓനോട് നല്ല മട്ടത്തിൽ നിന്നോണ്ടി. ഓനിഞ്ഞ് കുറച്ച് ദിവസം പുത്തൻ വീട്ടിൽ നിന്നോട്ടെ, കുറച്ച് ഇവിടെ നിന്നോട്ടെ. ഉമ്മ, സത്യമാണോ ഇതൊക്കെ? ഫസീലക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അതേ, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ആങ്ങളെയും എല്ലാവരും കൂടി ഈ വീട്ടിൽ, ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള വീട്. അതെ, അവൾ ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു. റഹ്മാനെ, അവൾ പടച്ച റബ്ബിനോട് ശുക്ർ ചെയ്തു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ. അല്ലാഹുവേ, റഹ്മാനെ, നീ എത്ര കാരുണ്യവാനും കരുണാനിധിയുമാണല്ലോ. അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ഈ സമയം അതാ നവാസ് റൂമിലേക്ക് വരുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.